ഞാൻ ജോസഫ് ചാക്കോ. മലയാളം സംസാരിക്കുന്ന മാതാപിതാക്കൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന മക്കൾ, ഇതൊരു കഥയോ കടങ്കഥയോ ഒന്നുമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്താണ് കുട്ടിയുടെ ഭാഷ? നമ്മുടെ കുട്ടിയുടെ ഭാഷ നമ്മുടെ ഭാഷയാണ്. അച്ഛനും അമ്മയും സംസാരിച്ചതാണ് കുട്ടിയുടെ ഭാഷ. അതിന് മലയാളമെന്നോ തമിഴെന്നോ തെലുങ്കെന്നോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രാദേശികമായി പല പേരുകളും നമുക്ക് പറയാം. പക്ഷേ എങ്കിൽ പോലും എന്താണ് ഭാഷ? ഭാഷയെന്ന് പറയുന്നത് ബേസിക്കലി സൗണ്ട്സ് ആണ്, ശബ്ദങ്ങളാണ്. ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന എന്ത് മാർഗവും എന്ത് രീതിയും അത് ഭാഷയാണ്. പുറപ്പെടുവിക്കുന്ന എന്ത് ശബ്ദവും അത് ഭാഷയാണ്. അത് മൃഗങ്ങളുടെ കാര്യമെടുക്കാം, പക്ഷികളുടെ കാര്യമെടുക്കാം, അവയെല്ലാം വളരെ കൃത്യമായി മനുഷ്യൻ ആശയവിനിമയം നടത്തുന്നതിനേക്കാൾ കാര്യക്ഷമമായിട്ട് പക്ഷി മൃഗാദികൾ ആശയവിനിമയം നടത്തുന്നുണ്ട്. യാതൊരു കൺഫ്യൂഷനും അവരുടെ ഭാഗത്തില്ല. കൃത്യമായ ആശയവിനിമയം മൃഗങ്ങളും പക്ഷികളും നടത്തുന്നുണ്ട്. അപ്പോൾ എന്താണ് ഭാഷ? ഭാഷ ആകണമെങ്കിൽ അതിന് കൃത്യമായ എഴുത്തു ഭാഷ ഉണ്ടാകണമെന്നോ അതിന് ലിപി ഉണ്ടാകണമെന്നോ നിർബന്ധമില്ല. നമുക്കറിയാമല്ലോ, മനുഷ്യ സംസർഗമില്ലാതെ വളരുന്ന ഒരു കുട്ടി, ഈ പണ്ട് സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ചെന്നായി വളർത്തിയ കുട്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ആ കുട്ടി വളരുന്നത് സങ്കല്പിക്കുക, ഒരു വനത്തിലാണ്. മനുഷ്യവാസമില്ല, മനുഷ്യ സംസർഗമില്ല, മനുഷ്യന്റെ സംസാരം കേൾക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നത് വനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ശബ്ദങ്ങളാണ് കേൾക്കുന്നത്. അത് മൃഗങ്ങളുടെ ശബ്ദമാകാം, പക്ഷികളുടെ ശബ്ദമാകാം, ഒക്കെ ആകാം. അപ്പോൾ ആ കുട്ടി എന്ത് ഭാഷയായിരിക്കും സംസാരിക്കുക? കുട്ടി സംസാരിക്കുന്നത് മലയാളമോ ഹിന്ദിയോ മറാഠിയോ തെലുങ്കോ ഒന്നുമല്ല. കുട്ടി സംസാരിക്കുന്നത് ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഏതാനും ചില ശബ്ദങ്ങളായിരിക്കും. അങ്ങനെയെങ്കിൽ ഒരു ഉദാഹരണം നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കുട്ടിയെ നഴ്സറിയിൽ ചേർക്കുന്ന പ്രായമായി എന്ന് സങ്കല്പിക്കുക. 4 വയസ്സായെന്ന് വിചാരിക്കുക. കുട്ടി ആദ്യമായി സ്കൂളിൽ ചേർത്തു. ചേർത്തതിൻ്റെ പിറ്റേ ദിവസം രാവിലെ അമ്മ കുട്ടിയുടെ അടുത്ത് നിന്നിട്ട് അമ്മ പറയുകയാണ്, കുട്ടി എഴുന്നേൽക്കൂ, കുഞ്ഞെ എഴുന്നേൽക്കൂ, സ്കൂളിൽ പോകണ്ടേ. ഈ ഒരു ഭാഷ, ഈ ഒരു വാചകം ആദ്യമായി കേൾക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ എന്തായിരിക്കും? അത് വെറും ഒരു പുലമ്പൽ മാത്രമായിരിക്കും. പിന്നെ അമ്മ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കുട്ടി മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അമ്മയുടെ ചില ആംഗ്യങ്ങളിലൂടെ, തുടർന്നുള്ള അമ്മയുടെ ചില പെരുമാറ്റത്തിലുള്ള ചില പ്രത്യേകതകൾ കൊണ്ട് കുട്ടി അങ്ങ് മനസ്സിലാക്കും അമ്മ ഉദ്ദേശിച്ചത് സ്കൂളിൽ പോകാൻ തന്നെയാണ്. ഇത് നമ്മൾ മലയാളത്തിലാണ് ചോദിക്കുന്നത്. നമ്മൾ ഒരു കാരണവശാലും മറ്റേതെങ്കിലും ഒരു ഭാഷയിലേക്ക് നമ്മൾ തർജ്ജമ ചെയ്ത് കൊടുത്തിട്ടില്ല. നമ്മൾ നിരന്തരം ഇത് പറഞ്ഞ് കുട്ടിയെ പഠിപ്പിച്ച് കുട്ടിയുടെ ഭാഷയാക്കി മാറ്റുകയാണ്. ആദ്യഘട്ടത്തിൽ കുട്ടി കേൾക്കുകയും, രണ്ടാം ഘട്ടത്തിൽ കുട്ടി അത് മനസ്സിലാക്കുകയും, മൂന്നാം ഘട്ടത്തിൽ മറ്റുള്ളവരോട് ഇത് പറയുകയും കുട്ടി ചെയ്തു. നമ്മളാണല്ലോ ഇതെല്ലാം പഠിപ്പിച്ചെടുത്തത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഒരു വാചകം പോലും നമുക്കറിയില്ല, ഒന്നും നമുക്കറിയില്ല, ആൽഫബറ്റ് പോലും നമുക്ക് അറിയില്ലെങ്കിലും നമ്മുടെ കുട്ടിയെ നമുക്ക് ഇംഗ്ലീഷ് പരിശീലിപ്പിക്കാൻ സാധിക്കും. മലയാളം എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ഒരു പുലമ്പലായിട്ട്, ഒരു ശബ്ദമായിട്ടാണ് തോന്നിയത്. പിന്നീട് അത് ഭാഷയായി മാറിയെങ്കിൽ ഈ ഒരു ജോലി നമുക്ക് ഇംഗ്ലീഷിനെ ഏൽപ്പിച്ചാലോ? നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഇംഗ്ലീഷിൽ നൽകിയാലോ? അതിന് പറ്റുന്ന ഏതാനും ചില നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കിട്ടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുകയും വളരെ വിലപ്പെട്ട ഒരു വീഡിയോ ആയി ഇത് മാറുകയും ചെയ്യും എന്നെനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ്. നമുക്കത് കഴിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികളിലൂടെ അത് സാധിക്കും, അത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും എന്ന് തെളിയുന്നതാണ് ഈ വീഡിയോ. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഒരു കാരണവശാലും നമ്മൾ കുട്ടിക്ക് ഒരു നിർദ്ദേശം ഇംഗ്ലീഷ് നൽകിയെന്ന് വിചാരിക്കുക. ആ വാചകം ഒരു കാരണവശാലും അത് നമ്മുടെ മാതൃഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ല. ഒരു എക്സാമ്പിൾ, വേക്ക് അപ്പ്, ഡോണ്ട് യു വാണ്ട് ടു ഗോ ടു സ്കൂൾ? ഉണരൂ, എഴുന്നേൽക്കൂ, സ്കൂളിൽ പോകണ്ടേ. ഇത് നമ്മൾ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യാതെ തന്നെ വേക്ക് അപ്പ്, ഡോണ്ട് യു വാണ്ട് ടു ഗോ ടു സ്കൂൾ ആദ്യത്തെ ദിവസം പറയുമ്പോൾ കുട്ടിക്ക് ഒന്നും മനസ്സിലാക്കില്ല. കാരണം ഏതായാലും അമ്മ എന്തോ ഒന്നൊരു പുലമ്പിയിട്ട് പോയി, അമ്മയുടെ എന്തോ ഒരു ശബ്ദം മാത്രം കേട്ടു. അത് അടുത്ത ദിവസവും ആവർത്തിക്കുന്നു, വേക്ക് അപ്പ്, ഡോണ്ട് യു വാണ്ട് ടു ഗോ ടു സ്കൂൾ. 3-ാം ദിവസം ഇത് ആവർത്തിക്കുന്നു, 4-ാം ദിവസം ആവർത്തിക്കുന്നു. ഏതാണ്ട് 4-5 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ ആ ശബ്ദത്തെ അക്ഷരങ്ങളിലൂടെ തിരിച്ച് മനസ്സിലാക്കാനായിട്ട് കുട്ടിക്ക് സാധിക്കുന്നു. ഇത് കുട്ടിയുടെ ഭാഷയായി മാറുക. കുട്ടിക്ക് മലയാളമെന്നോ തമിഴെന്നോ ഇംഗ്ലീഷെന്നോ ഒന്നുമില്ല, ഭാഷയേ ഇല്ല. നമ്മൾ പറയുന്ന ആ ശബ്ദം കുട്ടിയുടെ ഭാഷയായി മാറുകയാണ്. അങ്ങനെയെങ്കിൽ കുട്ടിയെ അത്യാവശ്യം വേണ്ട ഇംഗ്ലീഷ് വാചകങ്ങൾ പഠിപ്പിച്ചെടുക്കാനും ഇംഗ്ലീഷ് ആഭിമുഖ്യം കുട്ടികളിൽ വളർത്താനും നിങ്ങളെ സഹായിക്കുന്ന ഒരു വളരെയേറെ വിലപ്പെട്ട കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നിങ്ങളത് പഠിക്കുക.
സെൻസ് പഠിക്കുക, ഓരോന്നായിട്ട് കുട്ടികളുടെ മേൽ ഇമ്പോസ് ചെയ്യുക. വേണം ഇംഗ്ലീഷിന് അതിൻ്റെ ഒരു ആപ്റ്റിറ്റ്യൂഡ് കുട്ടികൾ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന കുറേ നിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിൽ. തീർച്ചയായും നിങ്ങളിത് പ്രയോജനപ്പെടുത്തണം. നിങ്ങൾക്ക് കഴിയാതെ പോയത് കുട്ടികളോട് തീർച്ചയായും കഴിയും. ഇത് അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാകുന്ന പരീക്ഷിച്ചറിഞ്ഞിട്ടുള്ള ഒരു മാർഗമാണ്. ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ് നിങ്ങൾ പഠിച്ച് കുട്ടിയോട് പറയുന്ന വാചകം ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ മാതൃഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. ആവർത്തിക്കുക. പല പ്രാവശ്യം ആവർത്തിച്ചു കഴിയുമ്പോൾ ഈ വാചകം കുട്ടിയുടേതായി മാറും. കുട്ടിക്ക് ഇംഗ്ലീഷ് സ്വാഭാവികമായും ഒരു മാതൃഭാഷ പോലെ തന്നെ കുട്ടിയുടെ ബ്ലഡിൽ അത് ലയിക്കുകയും നിങ്ങളുടെ കുട്ടി സ്കൂളിൽ പഠിക്കേണ്ട സമയമാകുമ്പോൾ ഇംഗ്ലീഷ് ആഭിമുഖ്യമുള്ള ഒരു കുട്ടിയായിട്ട് സ്കൂളിലേക്ക് എത്താനും ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടി എന്ന പേര് നിങ്ങളുടെ കുട്ടിക്ക് ഉണ്ടാകുവാനും സാധിക്കും. ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുക. ഇതിനകത്ത് ഏതാനും ചില വാചകങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇത് നിങ്ങളുടെ കുട്ടിയുടെ നേരെ നിങ്ങളൊന്ന് പരീക്ഷിക്കുക. നമുക്കൊന്ന് ശ്രമിക്കാം. ആദ്യ ഭാഗത്ത് ഡെയിലി റുട്ടീൻ ഇൻ്ററാക്ഷൻസ് ആണ്. നമുക്ക് ഓരോന്നായി നോക്കാം. വേക്കപ്പ് ഡിയർ, brush your teeth, wash your face, take a bath, wear your clothes, comb your hair, finish your milk, eat slowly, chew well, sit down, hold my hand, don't touch, come here, give me that, put it down, let's go, be gentle, wait a minute. Study time instructions. Open your book. Take your pencil. Write neatly. Say the letters. Repeat after me. Read aloud. Don't scribble. Draw a picture. Close your book now. Color inside the lines. അടുത്ത ഭാഗം ക്ലെൻലിനെസ്സും മാനേഴ്സും ആയി ബന്ധപ്പെട്ടതാണ്. വാഷ് യുവർ ഹാൻഡ്സ്. യൂസ് എ ടിഷ്യൂ. കവർ യുവർ മൗത്ത്. Throw it in the dustbin. Say please. Say thank you. Don't shout. Be gentle. Say sorry. Don't fight. Sleep time instructions are. It's bedtime. Go and sleep. Lie down. Say good night. Sweet dreams. Don't cover your face. Wash your hands and legs. Close your eyes. Switch off the lights. Switch on the fan. അടുത്തതായി കുട്ടികളുടെ സംസാരവും ചിന്താശേഷിയും വികസിക്കുന്നതിനാവശ്യമായ ചില ചോദ്യങ്ങളാണ്. വാട്ട് ഈസ് ദിസ്? അതിൻ്റെ മറുപടി എന്ത് വേണമെങ്കിലും ആകാം. This is a pencil. This is a table. This is a towel. This is a box.
അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. ക്യാൻ യു സേ ഇറ്റ്? അതിൻ്റെ മറുപടി നിനക്കിത് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ യെസ് ഐ ക്യാൻ എന്നാണ് മറുപടി. ഐ ക്യാൻ എന്ന് മറുപടി പറയുവാൻ കുട്ടിയെ ശീലിപ്പിക്കുക. ടെൽ മീ ദ കളർ. ബ്ലാക്ക്, വൈറ്റ്, ബ്രൗൺ, റെഡ്, യെല്ലോ എന്നൊക്കെയാകാം മറുപടി. വാട്ട് ഡു യു സീ? നീ എന്താണ് കാണുന്നത് എന്ന ചോദ്യത്തിന് ഐ സീ എന്ന് പറഞ്ഞ് മറുപടി പറയുവാൻ കുട്ടിയെ ശീലിപ്പിക്കണം. ഐ സീ എ കൈറ്റ്, ഐ സീ ദ മൂൺ, ഐ സീ എ കാറ്റ്. ഇങ്ങനെ മറുപടി പറയാൻ ശീലിപ്പിക്കണം. സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് പ്ലീസ്. അതൊരു ഇൻസ്ട്രക്ഷനാണ്, ഒരു നിർദ്ദേശമാണ്. ഇംഗ്ലീഷിൽ സംസാരിക്കൂ. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിർദ്ദേശങ്ങളും ചോദ്യങ്ങളും നിരന്തരമായി അവരോട് സംസാരിക്കുകയും ചോദിക്കുകയും ചെയ്യുക. തീർച്ചയായും അവർ ഇംഗ്ലീഷ് ആഭിമുഖ്യമുള്ള കുട്ടികളായി വളരും എന്നതിൽ സംശയമില്ല. ഇതിൻ്റെ അടുത്ത ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.